വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ. യാത്രക്കാരും നാട്ടുകാരും ദുരിതത്തിൽ. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. കേച്ചേരി, വടക്കാഞ്ചേരി, കുന്നംകുളം, തൃശൂർ എന്നീ രണ്ട് സംസ്ഥാന ഹൈവേകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡ്. കൈപ്പറമ്പ്, ചൂണ്ടൽ, വേലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു തരിപ്പണമായി കിടക്കുന്ന റോഡ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരിതമാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും സമ്മാനിക്കുന്നത്. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജും കേരളത്തിലെ പ്രശസ്തമായ ധ്യാന കേന്ദ്രങ്ങളും കിഡ്നി ഡയാലിസിസ് സെന്ററും റോഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വഴിയിലടങ്ങിയ വിദ്യ കോളേജ്, ഗാഗുത്ത ധ്യാന കേന്ദ്രം, കപ്പൂച്ചിൻ ആശ്രമം, ഓഡിറ്റോറിയങ്ങൾ, ടർഫ്, അതേമാതിരി കിഡ്നി ഹോസ്പിറ്റല്, എപ്പോഴും രോഗികളായിട്ട് വരുന്ന ആംബുലൻസുകൾ, എപ്പോഴും അതേപോലെ വഴി ബ്ലോക്കായിട്ട് വരുന്ന ഒരു ബൈപ്പാസ് വഴി, ഇതിൻ്റെയൊക്കെ പുറമെ വണ്ടികൾ, ഓട്ടോറിക്ഷകൾ, കൈപ്പറമ്പിൽ തന്നെ 100 ചില്ലറ ഓട്ടോറിക്ഷകളുണ്ട്. എല്ലാവരും ഇതിലൂടെ ഗാഗുലത്ത് ധ്യാനകേന്ദ്രം കോളേജിന് അത്യാവശ്യമായിട്ട് വരുന്നത്. ധൃതിയിൽ വരുമ്പോൾ ഈ വഴി ഇങ്ങനെ അലമ്പായിട്ട് കെടുക്കുക, വണ്ടികളിൽ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട്. നമ്മുടെ വണ്ടിക്ക് എന്നും കംപ്ലൈൻറ്റ് വരിക. വണ്ടി വർക്ക്ഷോപ്പിൽ ഓടി തോറ്റു, സ്പെയർ പാർട്സ് കടയിൽ കാശ് കൊടുത്തിട്ട് തോറ്റു. അതേമാതിരി നമുക്ക് ജീവിതം അന്നം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പാടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ റോഡിൻ്റെ കാര്യം ഒരു അന്തിമ തീരുമാനത്തിലെത്തിക്കണം എന്നാണ് ഞങ്ങളെല്ലാവരുടെയും അഭിപ്രായം. 3 കിലോമീറ്റർ ദൂരത്തിൽ തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിക്കും MLAയ്ക്കും ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾക്കും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അനുകൂലമായി നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പരാതിയുണ്ട്. 2 സംസ്ഥാന പാതകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡാണ് ഈ ഒരു 3 കിലോമീറ്റർ റോഡ്, തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡ്. ആകെ 3 കിലോമീറ്റർ ഉള്ളൂ. 2 സംസ്ഥാന പാതയിൽ ബ്ലോക്ക് വന്നാലും മറ്റു തടസ്സം വന്നാലും വണ്ടികൾ മുഴുവൻ പോകുന്ന റോഡ്. ഒരു 8 കൊല്ലത്തിന്റെ മുകളിലായി ഈ ഭാഗം ടാറിങ് കഴിഞ്ഞിട്ട്. ഇതുവരെ പിന്നെ അതിന് ശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വർഷങ്ങളായിട്ട് ഇത് പൊളിഞ്ഞ് തകർന്ന് കിടക്കുകയാണ് റോഡ്. വഴിയാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഇത് ഭയങ്കര ദുരിതമാണ്. ഇവിടെ ഇതിന്റെ പുറമെ ഇപ്പൊ 1 മാസത്തോളമായി ഇവിടെ ഏതോ ഒരു കോൺട്രാക്ടർ മെറ്റൽ കൊടുന്ന് ഇട്ടിട്ട് സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് യാത്രക്കാരായാലും മറ്റു വാഹനങ്ങളായാലും സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ മെറ്റല്. അത് മാറ്റാനും അധികാരികൾ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. കളക്ടർക്ക്, അതുപോലെ MLAയ്ക്ക്, പഞ്ചായത്തുകളിലും നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഒരു ഭാഗത്തുനിന്നും ഇതുവരെ നടപടികൾ വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ റോഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഈ 3 പഞ്ചായത്തും സംഗമിക്കുന്ന ഭാഗം, ആ ഭാഗം വേലൂർ പഞ്ചായത്ത്, ഈ ഭാഗം ചൂണ്ട പഞ്ചായത്ത്, ആ ഭാഗം കൈപ്പറമ്പ് പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്ത് സംഗമിക്കുന്ന ഈ ഭാഗത്ത് ഈ വേലൂർ പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റ്. ഇതിൽ ഈ 4 ഇലക്ട്രിക് പോസ്റ്റും ലൈറ്റുകളില്ല. ഈ കുണ്ടുകുഴിയിൽ രാത്രി കണ്ണ് കാണാണ്ട് കെട്ടിമറിഞ്ഞ് വീഴുന്നവരും ഈ മെറ്റലിൻ്റെ അവിടെ ഒന്നും ലൈറ്റ് ഇല്ല. ഈ അതിർത്തിയിൽ 2 ലൈറ്റിൻ്റെ കുറവുള്ളൂ. അത് വേലൂർ പഞ്ചായത്ത് അധികാരികൾക്ക് ഇടാവുന്നതാണ്. അത് അവരോട് ഇടാനായിട്ട് അധികാരികളെ അറിയിക്കണം. അതുപോലെ തന്നെ ചൂണ്ട പഞ്ചായത്തിന്റെ അതിർത്തിയിൽ നല്ല ഭംഗിയിൽ പണിതിട്ടുള്ള കാന, കോൺക്രീറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് അതിർത്തി കവർ ചെയ്യോളം പണിതിട്ടുള്ള കാന വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ആ കാനയിൽ മുഴുവൻ ഇപ്പം മണ്ണ് നിറഞ്ഞിട്ടും കരടും ഉണ്ട്, ആകെ ബ്ലോക്കാണ്. അതിന് പുറമെ ചില സ്വകാര്യ വ്യക്തികൾ ഈ കാന അടച്ചിട്ട് അവരുടെ പറമ്പിലേക്കുള്ള വഴിമാരി വെട്ടിയിട്ട് വെക്കുകയാണ് വണ്ടികൾക്ക് കയറാനുള്ള സൗകര്യത്തിന്. അത് ഒരു പ്രധാന തടസ്സമാണ്. ഇതെല്ലാം അധികാരികൾക്ക് ഈ റോഡിന്റെ കാര്യം, ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റോഡരികിലെ കോൺക്രീറ്റ് കാനകൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയതിനാൽ മഴ പെയ്താൽ റോഡിലൂടെ വെള്ളം ഒഴുകി കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയാകും. ഇതിനു പുറമെ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. മറ്റേതോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് റോഡിൽ മെറ്റൽ കൂമ്പാരമാക്കിയിട്ടിരിക്കുന്നത്. ജില്ലാ കലക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും മെറ്റൽ നീക്കം ചെയ്യുവാനുള്ള നടപടി കൈക്കൊള്ളുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി. You are watching VCV News.